കഴിഞ്ഞ ദിവസം ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഓൾ പാർട്ടി ഡെലിഗേഷൻ്റെ ഭാഗമായി സ്പെയിൻ സന്ദർശിച്ച തമിഴ്നാട്ടിൽ നിന്നുള്ള എംപിയും തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ്റെ അനുജത്തിയും മുൻ തമിഴ്നാട് മുഖ്യമന്ത്രി കരുണാനിധിയുടെ മകളുമായ കനിമൊഴിയോട് ഒരാൾ ഇന്ത്യയുടെ ദേശീയ ഭാഷ ഏതെന്ന് ചോദിക്കുകയുണ്ടായി. നമുക്കറിയാം തമിഴ് ഭാഷയെ ആവോളം സ്നേഹിക്കുന്നവരാണ് തമിഴരെന്ന്. എന്നാൽ ചോദ്യത്തിനുള്ള മറുപടിയായി കനിമൊഴി മാഡം തമിഴ് എന്നോ ഹിന്ദി എന്നോ പറയാതെ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ഭാഷയുടെ പേര് പോലും പറയാതെ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി ഈസ് ഇന്ത്യാസ് നാഷണൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞ് കയ്യടി വാങ്ങുകയുണ്ടായി. 143 കോടിയിൽ പരം ജനങ്ങൾ ജീവിക്കുന്ന ഭാരതത്തിൽ 22 ഒഫീഷ്യൽ ഭാഷകളാണുള്ളത്. 121 മുതൽ 1600ഓളം ഭാഷകൾ ഉണ്ടാകാമെന്ന് കരുതപ്പെടുന്നു. എന്നാൽ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഭാരതത്തിൻ്റെ കാര്യമല്ല, മെക്സിക്കോയുടെ കാര്യമാണ്. കോളനിവൽക്കരണ കാലത്ത് സ്പാനിഷ് ഭാഷയുടെ കടന്നുകയറ്റം കാരണം മരണത്തിൻ്റെ വക്കിലെത്തി നിൽക്കുന്ന ഒരു ഭാഷയുടെ കാര്യമാണ്. വെൽക്കം ടു മല്ലു സ്പീക്കർ. മെക്സിക്കോയിലെ ടബാസ്കോയുടെ തെക്ക് കിഴക്കൻ ഭാഗത്തുള്ള ഒരു ചെറിയ ഗ്രാമമാണ് അയപ്പ. ഈ പ്രദേശത്ത് പണ്ട് മുതൽക്ക് തന്നെ പരക്കെ സംസാരിച്ചു വന്നിരുന്ന ഒരു ഭാഷയാണ് അയപ്പ സോക്ക് അല്ലെങ്കിൽ ടബാസ്കോ സോക്ക് എന്ന് പറയപ്പെടുന്നത്. എന്നാൽ സ്പെയിൻകാരുടെ കടന്നുവരവോടെ മെക്സിക്കോ ഉൾപ്പെടെ സ്പെയിനിൻ്റെ കീഴിൽ വരുന്ന പ്രദേശങ്ങളിൽ സ്പാനിഷ് ഭാഷ നിർബന്ധമാക്കുകയായിരുന്നു അവർ. വിദ്യാഭ്യാസ മേഖലയിലാണ് ആദ്യം അവർ മാറ്റം കൊണ്ടുവന്നത്. അതിനുശേഷം കച്ചവടം, അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയവയിലേക്കും സ്പാനിഷ് ഭാഷയുടെ സ്വാധീനം വ്യാപിപ്പിച്ചു. പതിയെ അവർ നാട്ടുഭാഷയായിരുന്ന അയപ്പ സോക്കിനെ ഇല്ലാതാക്കിക്കൊണ്ടിരുന്നു. നമുക്കറിയാം, ഭാഷയും സംസ്കാരവുമെല്ലാം ഇടകലർന്നാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭാഷ ഇല്ലാതാക്കി കഴിഞ്ഞാൽ അവരുടെ സംസ്കാരവും ഇല്ലാതാക്കാം. സ്പാനിഷുകാർ വളരെ പ്ലാൻഡായിട്ടാണ് കാര്യങ്ങളെല്ലാം നീക്കിയത്. കുറച്ച് വർഷങ്ങൾ കൊണ്ട് തന്നെ സ്കൂളിൽ നിന്നും സ്പാനിഷ് ഭാഷ പഠിച്ചിറങ്ങിയ കുട്ടികൾ സ്വന്തം ഭാഷ മറന്ന് സ്പാനിഷ് ഭാഷ സംസാരിക്കാൻ ആരംഭിച്ചു. പയ്യെ കച്ചവടക്കാർ, മറ്റു തൊഴിലാളികളെല്ലാം സ്പാനിഷ് ഭാഷ സംസാരിക്കാൻ ആരംഭിച്ചതു മുതൽ അയപ്പ സോക്ക് ഭാഷ സംസാരിക്കുന്ന ആളുകളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ടായി. കാലങ്ങൾക്ക് ശേഷം ഇന്ന് അയപ്പ ഭാഷ സംസാരിക്കുന്ന ആളുകൾ 2 പേരാണ് ആ ഗ്രാമത്തിലുള്ളത്. മാനുവൽ സെഗോവിയയും ഇസിദോ വെലാസ്കിയുമാണ് അവർ. രസം എന്താണെന്ന് വെച്ചാൽ അവരിരുവരും കുറച്ചു കാലം പിണക്കത്തിലായിരുന്നു അത്രേ. അതുകൊണ്ട് തന്നെ അത്രയും കാലം ഈ ഭൂമിയിൽ വേറെ ആരും തന്നെ ആ ഭാഷ സംസാരിച്ചിട്ടേയില്ല. 2021 മുതൽ ഇന്ത്യാന യൂണിവേഴ്സിറ്റിയിലെ ആന്ത്രോളജി പ്രൊഫസറായ ഡാനിയൽ സുസ്ലാക്ക് ഈ ഭാഷയുടെ ഡിക്ഷണറി ഉണ്ടാക്കുവാനായി പ്രവർത്തിക്കുന്നുണ്ട്. അയപ്പ സോക്ക് ഭാഷ സംസാരിക്കുന്ന 2 പേരെ ഇന്ന് നിലവിലുള്ളൂ എന്ന് പറഞ്ഞുവല്ലോ. 2 പേർക്കും 60-ന് മുകളിൽ പ്രായമുണ്ട്, അത്യാവശ്യം ആരോഗ്യ പ്രശ്നങ്ങളുമുണ്ട്. അതിനാൽ തന്നെ ഇവരിൽ ഒരാൾ മരണപ്പെട്ടാലും മറ്റൊരു ഭാഷ കൂടി ഭൂമുഖത്ത് നിന്ന് അപ്രത്യക്ഷമാകുമെന്ന് ഇതിനെക്കുറിച്ച് പഠിക്കുന്ന ആളുകൾ ഭയപ്പെടുന്നുണ്ട്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ തന്നെ മെക്സിക്കോയിൽ നിന്നും കാണാതായ മറ്റൊരു ഭാഷയാണ് ടപ്പാചുൾടെക്. എന്താല്ലേ, ഒരു ഭാഷ തകർത്ത്, അവരുടെ സംസ്കാരം തകർത്ത്, ആളുകൾക്കിടയിലും അവരുടെ മനസ്സിലും പാശ്ചാത്യ വിത്തുപാകി തങ്ങളുടെ രാജ്യം സ്ഥാപിക്കുന്ന സ്പാനിഷ് തന്ത്രം. ഒരുപക്ഷെ അയപ്പ സോക്ക് ഭാഷയ്ക്ക് വന്ന അപജയം പോലെ തങ്ങളുടെ ഭാഷയ്ക്കും സംഭവിച്ചാലോ എന്നു ഭയന്ന് തന്നെയല്ലേ ഹിന്ദി ഭാഷയുടെ കടന്നുകയറ്റത്തെ നാം എല്ലാം എതിർക്കുന്നത്. ഒരു ഭാഷയും പഠിക്കേണ്ട എന്നല്ല, പഠിക്കണം. അത് സ്വന്തം മാതൃഭാഷയെ മറന്നുകൊണ്ടാകരുത് എന്ന് മാത്രം. എൻ്റെ ഭാഷയും സൂപ്പർ, നിൻ്റെ ഭാഷയും സൂപ്പർ. അയപ്പ സോക്ക് ഭാഷ പോലെ 2 പേർ മാത്രം സംസാരിക്കുന്ന ഒരു ഭാഷ നമ്മുടെ കൊച്ചു കേരളത്തിലുമുണ്ട്. നിങ്ങൾക്കറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നാളെ കാണാം നാട്ടുകാരെ.